ബീൻസ് തോരൻ ഉണ്ടാക്കാം. ബീൻസും നമ്മുടെ ചീരയുടെ തണ്ട് വെച്ചിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ബീൻസ് 1/4 കിലോ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു സവാളയുടെ പകുതി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാന്താരി 3 ഉണ്ട്, അത് നമുക്ക് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. പിന്നെ നമുക്ക് ഒരു 1/4 കിലോ തേങ്ങ, 1/4 കിലോ തോരന് നമുക്ക് 1/4 കിലോ കപ്പ് തന്നെ തേങ്ങ ഇത് യൂസ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ തേങ്ങയും ഈ തോരൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഓക്കെ, ബിക്കോസ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിത് ഒട്ടും വെള്ളം ഒഴിക്കാതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഞാൻ നമ്മുടെ റോക്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് നേരടി യോജിപ്പിക്കാം. ഓക്കെ, ഞാൻ സവോള അരിഞ്ഞിരിക്കുന്നത് കൊത്തിയാണ് അരിഞ്ഞിരിക്കുന്നത്, നീളത്തിലല്ല, കൊത്തിയാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പം നമ്മൾ തേങ്ങായ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതൊരു ശകലം കട്ടിക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലാണ് ഒരു 3 എണ്ണം. അത് ഞാൻ നല്ലതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് അല്ലാതെ ഇടുമ്പോൾ നമ്മളത് കഴിക്കാതെ വിടും. അപ്പം അതുകൊണ്ട് ഞാൻ അത് അല്ലാതാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങളുടെ ഉപ്പൊക്കെ ആവശ്യത്തിനാണോ എന്ന് ഉപ്പ് നോക്കിയിട്ട് റെഡിയാക്കി വെക്കുക. ഞാനിതിപ്പം ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനതിനകത്തേക്ക് നമ്മുടെ കോക്കനട്ടാണ് ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിലൊരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. കടുക് അത്യാവശ്യമുള്ളവർക്ക് കടുകിടാം. ഞാനിവിടെ കടുകിടാതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം എണ്ണയിൽ. എന്നിട്ടൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഇതിനകത്തൊട്ടും വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ സിമ്മിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റായിട്ട് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ഉരുളപ്പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ കുറച്ച് മതി. അതുകൊണ്ട് അപ്പം നമുക്കിത് ഫുള്ള് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ബീൻസിനൊന്നും അധികം വേവില്ല. പിന്നെ അതിൻ്റെ കൂടെ ഗ്രിൽ പാനിലായതുകൊണ്ട് എല്ലാവർക്കും ചൂട് പെട്ടെന്ന് വെച്ച് പെട്ടെന്ന് തന്നെ അത് വേവും. പിന്നീട് നമുക്ക് വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് പുറത്ത് നോക്കാം. നോക്കിയിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. ഓക്കെ, നല്ലപോലെ ആവി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് യോജിപ്പിക്കാം. അപ്പം നമ്മുടെ അടിപൊളി തോരന് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചീരയുടെ കണ്ടതുകൊണ്ട് വളരെയധികം വൈറ്റമിൻസ് കണ്ടൻസ് ഉള്ള ഒരു തോരനാണ്. നമുക്ക് ഇതൊന്ന് കേരളം ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിരുചികരമായ ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്കിഷ്ടമുള്ള ദോശയുടെയും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യുക.
നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ചേർക്കാൻ വേണ്ടി ഇവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളും ചെയ്യുക. വേറൊരു വീഡിയോയിൽ ഞാൻ വരുത്തണം വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ മച്ച് വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ.